യുക്രൈൻ തലസ്ഥാനമായ കീവിൽ റഷ്യ നടത്തിയ ശക്തമായ വ്യോമാക്രമണത്തിൽ 9 പേർ കൊല്ലപ്പെട്ടു. അന്താരാഷ്ട്ര തലത്തിൽ വലിയ ശ്രദ്ധയാകർഷിച്ച ഡൊണാൾഡ് ട്രംപിന്റെ നാറ്റോ സന്ദർശനത്തിന് മണിക്കൂറുകൾക്ക് മുമ്പാണ് നഗരത്തെ നടുക്കിയ ഈ ആക്രമണം നടന്നത്. ആക്രമണത്തിൽ നിരവധി പേർക്ക് പരിക്കേൽക്കുകയും വ്യാപകമായ നാശനഷ്ടങ്ങൾ സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. യുക്രൈനിലെ നിർണായക മേഖലകളെ ലക്ഷ്യമിട്ട് റഷ്യ നടത്തുന്ന സൈനിക നടപടികളുടെ ഭാഗമായാണ് ഈ ആക്രമണം നടന്നതെന്ന് യുക്രൈൻ അധികൃതർ ആരോപിക്കുന്നു. നഗരത്തിലെ ജനവാസ കേന്ദ്രങ്ങളെ ലക്ഷ്യമാക്കി റഷ്യ ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ചാണ് ആക്രമണം നടത്തിയത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നാറ്റോ സന്ദർശനത്തിനെത്തുന്ന വേളയിൽ നടന്ന ഈ ആക്രമണം വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് തിരികൊളുത്തിയിരിക്കുകയാണ്. നാറ്റോ സഖ്യത്തിന്റെ സുരക്ഷാ ക്രമീകരണങ്ങളെയും റഷ്യ യുക്രൈൻ യുദ്ധത്തിലെ പാശ്ചാത്യ രാജ്യങ്ങളുടെ ഇടപെടലിനെയും ഈ സംഭവം വീണ്ടും ചർച്ചയാക്കുന്നു. ആക്രമണത്തെ ശക്തമായി അപലപിച്ച് നാറ്റോ നേതൃത്വം ഉക്രൈന് കൂടുതൽ സുരക്ഷാ സഹായങ്ങൾ നൽകുമെന്ന് ഉറപ്പു നൽകി. കീവിലെ തകർന്ന കെട്ടിടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നവർക്കായി രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. അടിയന്തര സാഹചര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ ആരോഗ്യ പ്രവർത്തകരും സന്നദ്ധ സംഘങ്ങളും സ്ഥലത്തുണ്ട്. ആക്രമണത്തെ തുടർന്ന് യുക്രൈൻ പ്രസിഡന്റ് അടിയന്തര ഉന്നതതല യോഗം വിളിച്ചു ചേർക്കുകയും രാജ്യത്തിന്റെ പ്രതിരോധം ശക്തമാക്കാൻ നിർദ്ദേശം നൽകുകയും ചെയ്തു. റഷ്യൻ ആക്രമണങ്ങൾക്കെതിരെ അന്താരാഷ്ട്ര സമൂഹം ഒന്നിച്ചു നിൽക്കണമെന്ന് യുക്രൈൻ അഭ്യർത്ഥിച്ചു.